ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ ഇങ്ങനെ ഒരു ഒറിജിനൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളെപ്പോലെ ആനിമി കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ആനിമി കാണുന്നവരായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ആനിമി ആയിരിക്കും ഡ്രാഗൺ ബോൾ. അതിനകത്തുള്ള മെയിൻ ക്യാരക്ടറാണ് ഗോകു. ആരാണ് ഗോകു? ഗോകു എന്തിനാണ് എർത്തിലേക്ക് വന്നത്? ഗോകു എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, എങ്ങനെയാണ് ഇത് കാണുള്ളതെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് അക്കിഡോ ടോറിയാമ. അക്കിഡോ ടോറിയാമയാണ് ഗോകുവിനെ ക്രിയേറ്റ് ചെയ്തത്. അക്കിഡോ ടോറിയാമ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അക്കിഡോ ടോറിയാമ ചൈനീസ് ക്യാരക്ടറായ മങ്കി കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നാണ് ഇതിനെ ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മങ്കി കിങ്ങിൻ്റെ മൂവീസിലും ജാക്കി ചാൻ സീരീസിലും ഒക്കെ മങ്കി കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചു തരുന്നുണ്ട്. ഈ ക്യാരക്ടറിൽ നിന്നാണ് ഗോകുവിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. കൂടാതെ ബ്രൂസ് ലീ, ജാക്കി ചാൻ എന്നിവരിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഗോകു പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഇനി എന്തിനാണ് ഗോകു എർത്തിലേക്ക് വന്നതെന്ന് നോക്കാം. എർത്ത് പോലെ തന്നെയുള്ള മറ്റൊരു പ്ലാനറ്റാണ് പ്ലാനറ്റ് വെജിറ്റ. പ്ലാനറ്റ് വെജിറ്റയും എർത്തിലെ ഹ്യൂമൻസും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അത് പവറിലായാലും അവർക്ക് വളരെ വലിയ അഹങ്കാരവും പവറൊക്കെയാണുള്ളത്. അവരുടെ പവർ കാണിക്കാൻ വേണ്ടി അവർ പല പല പ്ലാനറ്റുകളിൽ ചെന്ന് അവരുടെ പവർ കൊണ്ട് അതിനെ നശിപ്പിക്കുന്നത് ഇവർ ഒരു ഹോബിയായിട്ടാണ് എടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെയുള്ള ഒരു വാരിയറായിട്ടുള്ള ബാഡോസ് എന്ന് പറയുന്ന ഒരു ആളിൽ നിന്നാണ് ഗോകു ജനിക്കുന്നത്. കുട്ടിയായപ്പോൾ തന്നെ അവനെ ഭൂമിയിലോട്ട് ടെലിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാട്ടിൽ വന്ന് വീണ ഗോകുവിനെ ഗോഹ മുത്തശ്ശ എടുത്തു വളർത്തുകയും അതിനുശേഷം ഗോകു വെജിറ്റ പ്ലാനറ്റിലുള്ളവരെ പോലെ അഹങ്കാരിയായതുകൊണ്ട് തന്നെ ഗോഹാനെ എതിർത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര വികൃതിയൊക്കെയായിരുന്നു. അപ്പം അതിനിടയിലാണ് ഗോകുവിൻ്റെ തലയ്ക്ക് ഒരു അപകടം പറ്റുകയും അതിനുശേഷം ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഗോഹാൻ മരിച്ചു പോവുകയും ഗോകു ആ കാട്ടിൽ ഒറ്റയ്ക്കാവുകയും ചെയ്തു. ഗോകുവിന് ഗോഹാനെ പറ്റിയുള്ള ഏക ഓർമ്മയായിരുന്നു ആ ഡ്രാഗൺ ബോൾ. അതിൻ്റെ ഇടയിലാണ് ബുൽമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടേക്ക് വരുന്നതും ഡ്രാഗൺ ബോൾ ആവശ്യപ്പെടുകയും ചെയ്തത്. ആദ്യം ഗോകു കൊടുക്കില്ലെന്ന് പറയുമെങ്കിലും ഗോകുവിൻ്റെ അടുത്ത് പറയും, ഈ 7 ഡ്രാഗൺ ബോളാണ് മൊത്തത്തിലുള്ളത്, ഇത് 7 സമൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു വിഷ ചോദിക്കുകയാണെങ്കിൽ ആ വിഷ് നിറവേറ്റി തരുമെന്ന് ബുൽമ ഗോകുവിൻ്റെ അടുത്ത് പറയും. അതിനുശേഷം ഇതിനെ അന്വേഷിച്ചുള്ള ഒരു ജേണിയാണ് കാണുന്നത്. ഇതിന് പിന്നെ കുറച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവർ. ആ ഒറിജിൻ എന്താണെന്ന് വെച്ചാൽ, ഗോകു ജനിക്കുമ്പോഴായിരിക്കും ഫ്രീസ എന്ന് പറയുന്ന ഒരു വില്ലൻ വന്ന് വെജിറ്റ പ്ലാനറ്റ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഗോകുവിനെ സേവ് ചെയ്യാൻ വേണ്ടി അവർ ആണെങ്കിൽ ഗോകുവിനെ ഭൂമിയിലേക്ക് അയക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർമാനോടൊക്കെ സിമിലർ ആയിട്ട് തോന്നും. എന്നാലും ഇതാണ് ഇവർ എടുക്കുന്നത്. എങ്ങനെയാണ് ഇത് കാണുള്ളതെന്ന് നോക്കിയാൽ ഡ്രാഗൺ ബോളിൻ്റെ 3 സീരീസ് ആണുള്ളത്. ഡ്രാഗൺ ബോൾ ക്ലാസിക്, ഡ്രാഗൺ ബോൾ ഇസഡ് ഗൈ, ഡ്രാഗൺ ബോൾ സൂപ്പർ. ഇത് ഒന്നാമത്തേലാണ് ഈ ഒറിജിനൽ പവേഴ്സിലെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിന് ഏകദേശം 153 എപ്പിസോഡാണ് ഉള്ളത്. അടുത്തതാണ് ഇസഡ് ഗൈ. ഇതിൽ മെയിനായിട്ട് ഫൈറ്റ് സീക്വൻസും കുറച്ച് വലുതായ ഗോകുവിനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഇതിന് ഏകദേശം 167 എപ്പിസോഡുകളാണ് ഉള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മൂന്നാമതായിട്ട് തന്നെ ഉള്ള ഒരു സീരീസാണ് ഇത്. ലാസ്റ്റ് സീരീസാണ് ഈ ഡ്രാഗൺ ബോളിനകത്ത് തന്നെ. ഇതിന് ഏകദേശം 250 എപ്പിസോഡുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഇടയിലുള്ള മൂവിയാണ് ഡ്രാഗൺ ബോൾ ബ്രോലിയും ഡ്രാഗൺ ബോൾ ബീസ്റ്റ് ഗോഹാനും. ഇത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇതിന് ഇടയിൽ തന്നെ ഫാൻ മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് മൂവീസ് എടുത്തിട്ടുണ്ട്. അതാണ് ഡ്രാഗൺ ബോൾ GT. ഇത് ഇതിനകത്ത് അത്ര ആനിമേഷൻ ഒന്നും ഇല്ലെങ്കിലും ഇതിനകത്ത് സൂപ്പർ സയൻ 4 കാണിച്ചു തരുന്നുണ്ട്. കൂടാതെ ഇതിനിടയിൽ തന്നെ കുറേ അധികം ഫാൻ മെയ്ഡ് മൂവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെപ്പോലുള്ള ഫാൻസ് ക്രിയേറ്റ് ചെയ്തത് ആണ്. ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടുക. അടുത്ത ഏത് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക.